തോന്നിയവാസം കാണിക്കരുത്. തോന്നിയവാസം അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ മാധ്യമങ്ങളും കൊട്ടി ആഘോഷിക്കപ്പെടുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റുന്നു. ഏതോ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു തടിയം വന്നിട്ട് അവനിങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു രംഗം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഇവരൊറ്റക്കാന്ന് പോകുന്നത്, ഇവരൊറ്റക്കാന്ന് ലിഫ്റ്റ് ചോദിച്ചു പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്രത്തോളം പൊട്ടന്മാരൊന്നുമല്ല നമ്മൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് സഹായിയുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും പറഞ്ഞാൽ തെളിവുകളുമുണ്ട്. പല വീഡിയോകളിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഒന്ന് പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന രംഗങ്ങളുണ്ട്. ഇതിൽ തെളിവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മലയാളി സഹായികളുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ, ഇതെന്തിനാണ് ഷൂട്ട് ചെയ്തത്? അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് എന്നാ നടന്നതെന്ന് എനിക്കറിയില്ലാന്ന്, അത് കഴിഞ്ഞ് എന്നാ എനിക്കറിയില്ലാന്ന്. അപ്പോൾ അതാരാ ഷൂട്ട് ചെയ്തത്? അത് ഷൂട്ട് ചെയ്തത് കൃത്യമായിട്ട് എന്ന് പറയുന്ന ഒരു മലയാളി തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിമ എന്ന് പറയുന്ന സ്ത്രീ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് റീച്ചാണ് വേണ്ടത്. അവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ആണുങ്ങൾ വാടകയ്ക്ക് കിട്ടും 114K. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇതാണ് വസ്ത്രം. ഇവിടെ ആരും പറയാറില്ല. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ 2 മില്യണാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ തടവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിന് 1.3, അതായത് 1 മില്യണാ. പിന്നെ 3 ലക്ഷം ആൾക്കാരെങ്ങാറ്റാ കണ്ടത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് അവർക്ക് വേണ്ടത് റീച്ചാടോ? ഈ മുടിഞ്ഞ റീച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുകഴ്ത്തിപ്പാടുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് അവർക്കൊരു നഷ്ടവും. ഈ ആണുങ്ങളാണോ പേടിക്കേണ്ടത്? ആണുങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് പേടിക്കേണ്ടത്. കാരണം എന്താ അറിയുക, ഇവനെ കൊള്ളയടിക്കാനും തടഞ്ഞു നിർത്താനും ഇവൻ്റെ പിന്നെ എന്താ പറയുക പള്ളക്കേറ്റാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് അവർക്ക് ലിഫ്റ്റ് കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വകയിൽ ആൾക്കാരെല്ലാം അന്യരാജ്യത്തു നിന്ന് വരുന്നതാണ്, പാപമല്ലേ എന്നൊക്കെ കരുതിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പെരുമാറുന്നുണ്ടാകും, അത് അവർക്കൊരു മുതൽക്കൂട്ടുമാണ്. ഇതിനൊക്കെ ഒരുത്തം വന്നിട്ട് എന്തോ ചെയ്തു എന്തോ പറഞ്ഞിട്ട്, ഒരു ജോർദാനി എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മില്യൺ കണക്കിനാണ് പോയിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതായത് എങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പം ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ലിഫ്റ്റ് ചോദിക്കുന്നത്, ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കറിയില്ല. നേരെ മറിച്ച് ഒരു പെണ്ണ് പിന്നെ കൈ നീട്ടിക്കഴിഞ്ഞാൽ അവർ വേഗം നിർത്തൂ. എന്നാൽ ഒരാണ് കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരു 25 വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി നിർത്തുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് രാത്രി 9 മണിയായിട്ട് ഞാൻ എത്ര ഇങ്ങനെ കൈ നീട്ടിയെന്നറിയും, ഒരു വണ്ടി പോലും നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോളേജിൽ നിന്ന് കാറ്റം വന്ന ഒരാണും ഒരു പെണ്ണും കൈ നീട്ടിയപ്പോൾ അവരെപ്പം നിർത്തി, അവരപ്പാട് കൊണ്ടുപോവുകയും ചെയ്തു. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇതാക്കൊന്നും വേണ്ട. കാരണം പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ലിഫ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ രാജ്യം കറങ്ങാൻ വരുന്നതല്ലേ എന്ന് കരുതിയിട്ട് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, താമസിക്കാൻ സൗകര്യങ്ങൾ കൊടുക്കും. നേരെ മറിച്ച് ഒരു ആണിന് ഇതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ അയ്യോ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ്, ഇതൊന്നും അല്ല, ഒരു തേങ്ങാക്കൊലിയല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടുകുന്ന പരിപാടി അതും വളരെ മോശം തന്നെയാണ്. അത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അവർ ആ തടുകുന്ന പരിപാടി കാണിക്കുന്നത്? ഇവിടെ എങ്ങാറ്റാന്ന് തടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരറിയില്ലേ തടിയവനാടുന്ന്? അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഇപ്പോൾ ഈ തടുകുന്ന കാര്യങ്ങൾ മുഴുവൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അത് മാത്രമല്ല, ഒരു ജിമ്മനാണ് വന്ന് തടുകുന്നത്. പിന്നെ കൂടുതൽ നോക്കിയപ്പോൾ അവിടെ കുറേ ജിമ്മന്മാരുണ്ട്. ഈ ജിമ്മന്മാർക്ക് മൊത്തം ഇതന്നെയാണ് പണി, ഈ തടയിൽ മാത്രമാണ്. എന്നാൽ പെണ്ണുങ്ങളില്ലേ ജിമ്മത്തികൾ, അവർക്ക് തടിയിൽ കൂടെ അവർ തടുകുന്നതും കാണുന്നില്ലല്ലോ. സാധാരണ എങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തടും, ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ തടും. ഇതാണ് ഞാനൊക്കെ കണ്ടത്, ഞാനൊക്കെ കേട്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ബോഡി മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം വന്നിട്ട് ഒരു ജിമ്മം വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് മറ്റേ വാഴയില കുറേ വീശിയല്ലോ, എന്തോരം അൽക്കാടോ അത്, വാഴയില കുറേ വീശിയിട്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ. എന്താ പറയുക, അരുണിമേനെ സമ്മതിച്ചിരിക്കുന്നു, ഓ എനിക്കും അതിൻ്റെ ഒരു മോഹം, എനിക്കും അങ്ങനെ പോകണമായിരുന്നു, അയ്യോ ഇവളുടെ ഒരു ഭാഗ്യം, അയ്യോ ഇവളുടെ ഒരു ഇത്. എൻ്റെ മക്കളെ, ഇതൊന്നും ഒരു ഭാഗ്യമൊന്നുമല്ല. നിങ്ങൾക്കായാലും നടക്കും ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും അത്ര വലിയ ഇതില്ല. പിന്നെ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിലില്ലേ നിങ്ങൾ ഇങ്ങനെയെല്ലാം പോകണം. കണ്ടൻറ്റ് വേണ. ഇപ്പം എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ആൾക്കാർ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ വരുമാനം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം കണ്ടൻറ്റാണ്. അല്ലാതെ ഇതൊന്നും കാണിച്ചിട്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു വഴികാട്ടിയായിട്ട്, നിങ്ങൾക്ക് അങ്ങനെ വഴികാട്ടിയായിട്ടാണെങ്കിൽ ഈ താറ് ജീപ്പിൽ പോകുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഇതാട്ടാ. ആ ഒരു താറ് ജീപ്പിൽ പോകുന്ന അവരെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകതയായിട്ടൊന്നും ചെയ്യാറില്ല. അവർ വളരെയധികം ഇതോട് കൂടിയിട്ട് തന്നെ പോകുന്നു, ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നത്.
അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർക്ക് കണ്ടൻറ്റാണ് മുഖ്യം. അതിനു വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് രാവിലെ മുതൽ അരുണിമ പോകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റുള്ള അരുണിമേൻ്റെ വീഡിയോയും ഇതുപോലെയുള്ള തംബ്നെയിൽ വെച്ച വീഡിയോയും നിങ്ങൾ നോക്കി നോക്ക്. മറ്റുള്ള വീഡിയോക്കൊക്കെ 64 ഇല്ലെങ്കിൽ 54 ഇല്ലെങ്കിൽ 50 ഇതൊക്കെയാണ്. ഇപ്പം അരുണിമയും പഠിച്ചുപോയി, അതായത് ആ സഹോദരിയും പഠിച്ചുപോയി. എന്താണെന്നല്ലേ, അതായത് ഇങ്ങനെയുള്ള തംബ്നെയിൽ എഴുതുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് പങ്കെടുക്കുക. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് റീച്ചാകണം, അതായത് കുറച്ച് റീച്ച് കിട്ടുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും വേണ്ടത് റീച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ജോർദാനിയും മറ്റേ ചങ്ങായിനെയും കൂടി അന്വേഷിച്ചിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് പോലും. ഏതാല്ല, അതായത് മറ്റേ ഏതൊരു സ്ത്രീൻ്റെ ബാക്കിൽ പോയിട്ട് കഴുതപ്പുറത്തിരുന്നിട്ട് എന്ന് പറയുമ്പോൾ മറ്റേ ആ പെണ്ണുങ്ങൾ പിന്നെ എന്നാൽ ചാടി ഇറങ്ങാനേ നോക്കുക. ഒരു പുരുഷൻ നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മളെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ചാടി ഇറങ്ങിയിട്ട് ഓടാനല്ലേ നോക്കുക. നമ്മളവിടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ എന്താ പറയുക, ട്രെയിനിന്നൊക്കെ ചാടിയ സഹോദരിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടതല്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനത്തിന് വേണ്ടിയിട്ടല്ലേ മരിച്ചത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനേ നോക്കുക. ഇതല്ല, ഇതെല്ലാം കൂടി ക്യാമറയിൽ പകർത്താം. അതാണ് ആദ്യം നോക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മാത്രമേ ആൾക്കാരെ പേടിക്കണ്ടൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ അറബ് കൺട്രികൾ എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഭക്ഷണത്തിന്, ഈ ആഫ്രിക്കയിലായാലും ഇവിടെയായാലും ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലെങ്കിലും ശരി അവർ നമുക്ക് തരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണം തരും. അല്ലാതെ നമ്മൾ സാമ്പാറും മോരുകറിയാന്ന്, അയ്യോ ഇതെങ്ങനെ ഇവന് കൊടുക്കുക, അയ്യോ കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒന്നുമില്ല പൊയ്ക്കോ ഇങ്ങനെയല്ല പറയുക. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെയാണ് പറയുക. കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് വിശക്കുന്ന ഭയങ്കരമായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ഈ മോരുകറിയും കൂട്ടിയിട്ട് എങ്ങനെയാണ് ഇവന് ചോറ് കൊടുക്കുക, ഇവന് ഇനി അപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞാൽ അതും നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരാ ഇംഗ്ലീഷുകാരാ ഇവിടെ ചോറൊന്നും ഇല്ല എന്ന് പറയും, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ 2 റൊട്ടിയാണെങ്കിലും ശരി അത് അവർ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കിട്ടി, ഇവിടുന്ന് ഭക്ഷണം, അതൊന്നും ഒരു വലിയ ഇതൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അരുണിമ ഒറ്റക്കൊന്നും അല്ല, അത്ര വലിയ സാഹസികം കൊണ്ട് തോന്നില്ല. ഒരാൾ അവരുടെ കൂടെ ഉണ്ട്. അതായത് ആരോ ഒരു പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു സഹായം ഉണ്ടാവും ചിലപ്പോഴേ, ഏതെല്ലാം സ്ഥലത്ത് പോകും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴലുകൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാമറ പിടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ ആടിയുള്ള ആൾക്കാർ ആരും കയറിയതായിരിക്കാം. കാരണം ഇവിടുന്ന് പണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ 2 ഉടായ്പകളുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കാശ്മീരിലേക്ക് നടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ വീഡിയോ എടുത്തിട്ട് പിന്നെ ബസ്സിന് പോകുമായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിയായി, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, അയ്യാ കാല് കണ്ടോ പൊള്ളിയിട്ട്, അതുവരെ ബസ്സിന് വന്ന ടീമാന്ന്. ഇതെങ്ങനെയാണ് ഞാൻ അറിഞ്ഞെന്നല്ലേ, ഒരുത്തനായിട്ടൊക്കെ ദേഷ്യം വന്നിട്ട് എല്ലാം വിളിച്ചു പറഞ്ഞായിരുന്നു. ഇതാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ എന്താ ഭയങ്കരമായിട്ട് ഇതാണ്, ഒന്നുമല്ല. യാത്ര ചെയ്ത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരും എൻ്റെ പാതയിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഉടായ്പകളൊന്നും അല്ലെങ്കിൽ ഉടായ്പ തംബ്നെയിൽ വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ യാത്ര ചെയ്യും, അതിങ്ങനെ കാണിച്ചു കൊടുക്കും. അതിങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മളെ സ്നേഹിക്കും. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അരുണിമേൻ്റെ വീഡിയോ എടുത്ത് നോക്കും. നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോരോ തംബ്നെയിലുകൾ, ആ തംബ്നെയിലുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തംബ്നെയിൽ ഇടുമ്പോഴേക്കും അവരുടെ വ്യൂസിൻ്റെ കൗണ്ടിങ് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായാലും അരുണിമ പറക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാത്ത വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം, നമുക്കറിയാം ഇങ്ങനെയുള്ള പക്ഷേ സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ട് അങ്ങനെ ഒരു റീച്ച് വേണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.